ആ ചിദംബരനാഥനെ സ്തുതിച്ചുകൊണ്ട് തൃപ്പാദങ്ങൾ നമുക്ക് രചിച്ചു തന്ന കൃതിയാണ് ശിവസ്തോത്രങ്ങളിലെ, ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവസ്തോത്രങ്ങളിലെ ഏക സംസ്കൃത സ്തോത്രം. ബ്രഹ്മമുഖാമരവന്ദിതലിംഗം ജന്മജരാമരണാന്തകലിംഗം കർമ്മനിവാരണകൗശലലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം. ഇങ്ങനെയാണിത് തുടങ്ങുന്നത് അല്ലേ? ലിംഗം 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 എന്നിങ്ങനെ ഈ വാക്ക് തന്നെ വീണ്ടും 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 ആവർത്തിച്ചുകൊണ്ട് തൃപ്പാദങ്ങൾ രചിച്ചു തന്ന ഒരു മനോഹരമായ അഷ്ടകമാണ് അല്ലേ? ആ അഷ്ടകത്തിൽ പറയുന്നു, അവാങ്മനസീയമായ ശിവലിംഗത്തെ പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഈ കൃതി എന്ന് പറഞ്ഞിട്ടാണത് അവസാനിപ്പിക്കുന്നത്. പുഷ്ടധിയസ്സു ചിദംബരലിംഗം ദൃഷ്ടമിദം മനസാനുപഠന്തി അഷ്ടകമേതദവാങ്മനസീയം അഷ്ടതനും പ്രതിയാന്തി നരാസ്തേ. ഇത് ഭക്തിപൂർവം ജപിക്കുന്നവന് ശിവന്റെ പാതാരവിന്ദങ്ങളിലേക്ക് വിലയം പ്രാപിക്കുന്നു എന്നൊരു ഫലശ്രുതിയോട് കൂടിയിട്ടാണ് ഈ ചിദംബരാഷ്ടകം മഹാഗുരു അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചിദംബരം എന്ന് പറയുന്നത് സിദ്ധന്മാരുടെ നാടാണ്. അപ്പം സിദ്ധന്മാരുടെ നാടായ ചിദംബരത്തിൽ നിന്ന് കുറച്ച് സിദ്ധന്മാര് കേരളത്തിലേക്ക് പ്രവേശിച്ച്, തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയൊക്കെ ബോർഡർ ആയിട്ടുള്ള, അന്ന് കേരളം ഇല്ല, തിരുവിതാംകൂറാണ് ഉള്ളതെങ്കിലും മലയാളം സംസാരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പ്രവേശിച്ച് അവിടെ ഒരു തപസ്സിനായിട്ട് ഒരു ഇടം കണ്ടെത്തുകയും അവിടെ തപസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ സിദ്ധന്, ഇതിൽ ഒരു സിദ്ധന്, ചിദംബരത്തിൽ നിന്നെത്തിയ ഈ സിദ്ധന് നയനാർ നച്ചിയാർ രൂപത്തിൽ ശിവഭഗവാൻ പ്രത്യക്ഷനായി എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ നയനാർ നച്ചിയാർ രൂപത്തിൽ പ്രത്യക്ഷനായ ശിവനെ അദ്ദേഹം അവിടെ പ്രതിഷ്ഠിച്ചു. ശിവനെയും പാർവതിയെയും അവിടെ പ്രതിഷ്ഠിച്ചു നൽകി. പിന്നീട് തൃപ്പാദങ്ങൾ ആ സ്ഥലത്തേക്ക് അവധൂതനായിട്ട് നടന്നിരിക്കുന്ന കാലഘട്ടത്തിൽ എത്തുകയും ആ സ്ഥലം കണ്ടെത്തുകയും ഭഗവാന്റെ ക്രാന്തദർശിത്വം കൊണ്ട് അവിടുത്തെ കഥകളൊക്കെ തന്നെ ഭഗവാൻ അത് തന്നെ വെളിവാകുകയും ചെയ്തു. പിന്നീട് ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് ആ സ്ഥലം ഇന്ന് കാണുന്ന തരത്തിൽ അരുമാനൂർ ദേശമായി മാറിയത്. ആ അരുമാനൂരിൻ്റെ നാഥനായി ഇന്ന് വിളങ്ങുന്ന നയനാരും നച്ചിയാരും ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളുടെ തൃക്കരങ്ങൾ ഏറ്റാണ് ഇന്ന് കാണുന്ന പ്രസിദ്ധിയിലേക്ക് എത്തിയത്. അതിനൊരു കാരണമുണ്ട്. തൃപ്പാദങ്ങൾ ആ നയനാരെ സ്തുതിച്ചുകൊണ്ട് തമിഴിൽ ഒരു മഹാസ്തോത്രം നമുക്കായിട്ട് രചിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതിനു മുൻപ് അറിയേണ്ട ഒരു കാര്യം, ആരാണ് ഈ നയനാര് നച്ചിയാർ അല്ലേ? നയനാർ പതികം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. തേവാര പതികങ്ങൾ എന്നൊരു കൃതി തൃപ്പാദങ്ങൾ തമിഴിൽ നമുക്ക് രചിച്ച് തന്നിട്ടുണ്ട്. അതിനാൽ അതിലെ ആദ്യത്തെ സ്തോത്രം നയനാർ പതികം എന്നാണ് അറിയപ്പെടുന്നത്. ആരാണ് ഈ നയനാർ? കേരളത്തിൽ കിരാതമൂർത്തി ക്ഷേത്രങ്ങളുണ്ട്. വേട്ടയ്ക്കൊരു മകൻ എന്ന് പറയുന്ന രീതിയിൽ ശിവനെ ആരാധിക്കുന്ന ശിവക്ഷേത്രങ്ങളുണ്ട്. അപ്പം ഈ കിരാതമൂർത്തി, വേട്ടയ്ക്കൊരു മകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആള് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന പേരാണ് നയനാർ. അതിന് പിന്നിൽ ഒരു പുരാണ കഥയുണ്ട്. ശിവനെ പശുപതി എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ജീവനുകളുടെ പതി എന്ന അർത്ഥമാണ് പശുപതി എന്ന വാക്കിനുള്ളത്. അപ്പോൾ ഭഗവാന്റെ കയ്യിൽ ഒരു അസ്ത്രമുണ്ട്, അതിൻ്റെ പേര് പാശുപതാസ്ത്രം എന്നാണ്. ഒരു പക്ഷേ നിങ്ങൾ പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, പാശുപതാസ്ത്രം പാർത്ഥനു നൽകിയ പശുപതിയല്ലേ നീ എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ പശുപതിയായ ഭഗവാന്റെ കയ്യിലുള്ള അസ്ത്രമാണ് പാശുപതാസ്ത്രം. ഇതിന് മഹാസംഹാരക ശേഷിയുള്ള ഒരസ്ത്രമാണ് പാശുപതാസ്ത്രം. ഭഗവാൻ ഇത് ഒരു തവണ മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ. അരുളേറ്റിരുമേനിയണഞ്ഞിടുമി ഇരുളേ വെളിയേ ഇടയേ പൊതുവേ കരളിങ്കളിരിക്കും അരും പൊരുളേ പുരിമൂന്നു മേരിച്ചവനെ
സ്വാമി തിരുപ്പാദങ്ങൾ തന്നെ തൻ്റെ ചിജ്ജട ചിന്തനം എന്ന കൃതിക്കുള്ളിൽ പാശുപതാസ്ത്രം ഭഗവാൻ പ്രയോഗിച്ചത് എപ്പോഴാണെന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പുരി മൂന്നു മെരിച്ചവനെ. ശിവനെ നമ്മൾ ത്രിപുരാന്തകൻ എന്ന് വിളിക്കും അല്ലേ? അപ്പൊ ത്രിപുരങ്ങളെ നശിപ്പിക്കാൻ, ഈ ത്രിപുരങ്ങളിൽ ഒളിച്ചിരുന്ന അസുരന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, ത്രിപുരങ്ങളെ ചുട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കൽ ഭഗവാൻ ഈ അസ്ത്രം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അർജുനന് ഈ അസ്ത്രം ഭഗവാന്റെ കയ്യിൽ നിന്ന് വരമായിട്ട് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ അർജുനൻ ഈ അസ്ത്രത്തിന് വേണ്ടി, പാശുപതാസ്ത്രത്തിന് വേണ്ടിയിട്ട് കാട്ടില് മഹാതപസ് ചെയ്തു. അപ്പോൾ ഒരു ശിവലിംഗം ഉണ്ടാക്കി ആ ശിവലിംഗത്തിന് ചുവട്ടിൽ അർച്ചന നടത്തിക്കൊണ്ടാണ് അർജുനൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് അർജുനന്റെ മഹാതപസ്സിൽ സന്തുഷ്ടനായ ഭഗവാൻ അർജുനൻ ഈ അസ്ത്രം കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഇത് വാങ്ങുമ്പോൾ അതിന് തക്ക എല്ലാ യോഗ്യതകളും അർജുനൻ ഉണ്ടായിരിക്കണം. ഉള്ളിൽ അഹങ്കാരത്തിന്റെ, ഞാനെന്നുള്ള ഭാവത്തിന്റെ ഒരു അംശം പോലും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് കൊടുക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കുറച്ചെങ്കിലും അഹങ്കാരം, ഞാൻ എന്ന ഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേണം കൊടുക്കാൻ എന്നുള്ളത് കൊണ്ട് ഭഗവാൻ അർജുനനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഭഗവാൻ അതിനു വേണ്ടിയിട്ട് ഒരു കാട്ടാളൻ്റെ വേഷത്തിൽ അർജുനൻ തപസ് ചെയ്യുന്ന സ്ഥലത്തെത്തി. അപ്പോൾ പാർവതി ദേവിക്ക് ഭഗവാൻ ചെയ്യാൻ പോകുന്ന ഈ കാര്യത്തോട് ലേശം വിയോജിപ്പുണ്ടായിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ, ശിവഭക്തിയിൽ പാർവതി ദേവി നന്നേ പ്രസാദിച്ചിരുന്നു. അപ്പോൾ അർജുനൻ ഇനി ഒരു പരീക്ഷണത്തിൻ്റെ ആവശ്യം ഇല്ലെന്നാണ് ദേവിയുടെ അഭിപ്രായം. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പോയത് കൊണ്ട് തന്നെ ഭഗവാൻ എന്താ അവിടെ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ദേവി ഒരു കാട്ടാള സ്ത്രീയുടെ വേഷം ധരിച്ച് പിറകിൽ ഭഗവാൻ കാണാതെ മാറി നിന്നിരുന്നു. അപ്പോൾ ഭഗവാൻ ചെയ്ത കാര്യം, ശിവൻ ചെയ്ത കാര്യം ഇതാണ്: മുന്നിലേക്ക് മായ കൊണ്ട് ഒരു പന്നിയെ ഉണ്ടാക്കി ഈ അർജുനൻ തപസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് അയച്ചു. അദ്ദേഹത്തെ ഈ പന്നി വല്ലാതെ ശല്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് സമയമായി കഴിഞ്ഞപ്പോഴേക്കും അർജുനന് ദേഷ്യം വന്നു. അപ്പോൾ അർജുനൻ എന്ത് ചെയ്തെന്നോ, ഈ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന അസ്ത്രം ഉപയോഗിച്ച് ഈ പന്നിയെ എയ്ത് വകവരുത്തി. അങ്ങനെ അതിനെ മാറ്റിയിടാൻ വേണ്ടി ചെന്നപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ആ ശരീരത്തിൽ ഒരമ്പ് മാത്രമല്ല തറച്ചിട്ടുള്ളത്, പന്നിയുടെ ശരീരത്തിൽ 2 അമ്പുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് കാട്ടാള വേഷത്തിൽ വന്ന ഭഗവാന്റെ രംഗപ്രവേശം. ഭഗവാൻ പറഞ്ഞു, ഈ അമ്പ് 2ഉം ഒരേ സമയമാണ് വന്ന് പതിച്ചിരിക്കുന്നത്, പക്ഷേ ഇതിൽ ആദ്യം പതിച്ചത് എൻ്റെ അമ്പാണ്. അപ്പോൾ അർജുനൻ പറഞ്ഞു, അർജുനൻ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അല്ല, ഞാൻ എയ്ത അമ്പാണ് ആദ്യം വന്ന് പതിച്ചിരിക്കുന്നതെന്ന് അർജുനൻ പറഞ്ഞു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി. കുറച്ചായി കഴിഞ്ഞപ്പോൾ അർജുനന് ദേഷ്യം വന്നു. അദ്ദേഹം മുഷ്ടിപ്രയോഗം നടത്താൻ തുടങ്ങി. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബലപ്രയോഗം നടന്നു. എന്നാൽ തന്നേക്കാൾ ശക്തനല്ല എന്ന് പെട്ടെന്ന് കാഴ്ചയിൽ തോന്നുന്ന ഒരു കാട്ടാളൻ തന്നെ ജയിക്കുന്നതായിട്ട് അർജുനന് തോന്നി. അപ്പോൾ ഇരിക്കുമ്പോഴും അസ്ത്രപ്രയോഗം നടത്തുമ്പോഴും ബലപ്രയോഗം നടത്തുമ്പോഴും ഒക്കെ അവിടെ ജയിക്കുന്നത് ഈ കാട്ടാളനാണ്. അപ്പോൾ അർജുനന് ആകെ അത്ഭുതമായി, ഇതെന്താണ് ഈ കാട്ടാളൻ ഇങ്ങനെ ജയിക്കുന്നത്? അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ലല്ലോ. കേവലം ഒരു കാട്ടാളനായ ഈ വ്യക്തി എന്നെ ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് എൻ്റെ അഹംബോധത്തെ ബാധിക്കുന്ന, എൻ്റെ ഈഗോയെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അർജുനൻ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ ചെറുത്ത് നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അവസാനമായപ്പോൾ അർജുനൻ അങ്ങ് കുഴഞ്ഞു പോയി. പിന്നെ തൻ്റെ മൂർത്തിയായ ഭഗവാൻ ശിവനെ വിളിക്കുകയല്ലാതെ വേറെ നിവൃത്തിയൊന്നും ഇല്ലയെന്ന് അർജുനന് മനസ്സിലായി. അപ്പോൾ വീണ്ടും തൻ്റെ കയ്യിലുണ്ടായിരുന്ന പുഷ്പങ്ങൾ കൊണ്ട് തൻ്റെ മുന്നിലിരിക്കുന്ന ശിവലിംഗത്തിലേക്ക് അർജുനൻ അർച്ചന ചെയ്യാണ്. അങ്ങനെ അർച്ചന ചെയ്യുമ്പോൾ ഈ പുഷ്പങ്ങളൊന്നും ശിവലിംഗത്തിൽ വീഴുന്നില്ല. അപ്പോൾ അർജുനൻ വീണ്ടും സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇതാ തൻ്റെ മുന്നിൽ നിൽക്കുന്ന കാട്ടാളൻ്റെ പാദങ്ങളിലേക്കാണ് ഈ പുഷ്പങ്ങൾ വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് അർജുനന് മനസ്സിലായത്. അങ്ങനെ തൻ്റെ അഹങ്കാരമെല്ലാം ശമിച്ച് ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അങ്ങനെ അർജുനന് പാശുപതാസ്ത്രം ഭഗവാൻ നൽകി. ആ സമയത്ത് അർജുനന് കാട്ടാളൻ്റെയും കാട്ടാളത്തിയിലെയും വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട ശിവനാണ് കിരാതമൂർത്തി എന്നും നയനാരെന്നും അറിയപ്പെടുന്നത്. ആ കൂട്ടത്തിൽ കാട്ടാള സ്ത്രീയായി വന്ന ദേവി നച്ചിയാർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ നയനാർ നച്ചിയാർ രൂപത്തിലാണ് ഈ ചിദംബരത്തെ സിദ്ധന്, മഹാസിദ്ധൻ്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷനായത്. അതുകൊണ്ട് ആ നയനാരുടെയും നച്ചിയാരുടെയും രൂപത്തിലുള്ള വിഗ്രഹമാണ് അദ്ദേഹം അവിടെ പ്രതിഷ്ഠിച്ചിരുന്നത്.